നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിൽ മാസങ്ങളായി നിലനിന്ന ഗതാഗത ക്ലേശത്തിന് പരിഹാരമിട്ട് ചിറക്കൽ പുതിയ പാലം പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പത്താം ക്ലാസ്സിലെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി മുദ്ര പരിചയവും പാഠഭാഗ വിവരണവും അവതരിപ്പിച്ചു. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് അവതരണം നിർവഹിച്ചത്. നാട്ടികയിൽ സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടറെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിൽ മാസങ്ങളായി നിലനിന്ന ഗതാഗത ക്ലേശത്തിന് പരിഹാരമിട്ട് ചിറക്കൽ പുതിയ പാലം പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. അപകടാവസ്ഥയിലായ പഴയ പാലം പൊളിച്ചു നീക്കി 5,30,00,000 രൂപ ചെലവഴിച്ചുള്ള പുതിയ പാലം യാഥാർത്ഥ്യമായത് CC മുകുന്ദൻ MLA നടത്തിയ ശ്രമകരമായ ഇടപെടലാണ്. തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിൽ ചാഴൂർ പഞ്ചായത്ത് ചിറക്കൽ തോടിനു കുറുകെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായൊരു ദിവസമാണ് എന്നുള്ളത്. ആ അത്ഭുതകരമായ ദിവസത്തിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അറിയാം. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഒരുമയോടെ ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ പാലത്തിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാട്ടുകാരെയും, വേറെ വ്യത്യാസമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും ഒരുമയോടെ നമ്മുടെ ഈ പ്രവർത്തനം ഫലമാണ്. എല്ലാവരോടെയും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ പ്രവർത്തനം എല്ലാവരും ഒരുമയോടെ നമ്മളെ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസത്തിന് അഭിമാനത്തോടെ എല്ലാവരും ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് ഇത് തുറന്നു കൊടുക്കാനുള്ള പ്രഖ്യാപനം. നിർമ്മാണത്തിന്റെ ഭാഗമായി 3 മാസമായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. ജനങ്ങളുടെ യാത്രാക്ലേശം പരിഗണിച്ച പാലത്തിന്റെ അനുബന്ധ പ്രവൃത്തികൾ അല്പം ബാക്കിയുണ്ടെങ്കിലും അടിയന്തരമായി തുറന്നു നൽകുകയായിരുന്നു. CC മുകുന്ദൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, മറ്റു ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചേർന്ന് പാലത്തിലൂടെ നടന്ന ഔപചാരികമായി പാലം തുറന്നു നൽകുകയായിരുന്നു. അടി നീളവും 9.50 അടി വീതിയുമുള്ള പാലം 5.3 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. 2025 ഫെബ്രുവരി 6-നായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തീർത്തും ശോചനീയാവസ്ഥയിലായിരുന്ന പാലം 90 ദിവസം മുഴുവനായി ഗതാഗതത്തിന് സൗകര്യമില്ലാത്ത വിധം അടച്ചിട്ടായിരുന്നു നിർമ്മാണം നടത്തിയത്. 5.30 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഇനി ബാക്കിയുള്ള കോൺക്രീറ്റിംഗ്, ടൈലിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കുമെന്നും പാലം പണിയെ പിന്നോട്ടടിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചാണ് 3 മാസത്തിനുള്ളിൽ പാലം പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുത്ത് ചരിത്രം സൃഷ്ടിച്ചതെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. 10ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി മുദ്ര പരിചയവും പാഠഭാഗ വിവരണവും അവതരിപ്പിച്ചു. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് അവതരണം നിർവഹിച്ചത്. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയുടെ ശിഷ്യരായ രവീന്ദ്രനാഥ്, വത്സല, NV സുശീല, ശൈലജ കുമാർ, നടി മഞ്ജു വാര്യരുടെ മാതാവ് ഗിരിജ വാര്യർ, പ്രധാനാധ്യാപിക K ലില്ലി ജോസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നാട്ടികയിൽ സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടറെ തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. SN പുരം പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി കൊട്ടേക്കാട് വീട്ടിൽ അനീഷാണ് അറസ്റ്റിലായത്.
കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപത്ത് വെച്ച് തൃപ്രയാർ അഴീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന ഷാജി എന്ന ബസ്സിലായിരുന്നു സംഭവം. മുൻഭാഗത്തെ വാതിൽ വഴി ബസ്സിനകത്തേക്ക് കയറുമ്പോൾ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് SHO അനിൽകുമാർ, SI എബിൻ എന്നിവരടങ്ങിയ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബസും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്ത ഒരു കേസിലും ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കേസിലും മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം വാഹനമോടിച്ച മറ്റൊരു കേസിലെയും പ്രതിയാണ്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വലപ്പാട് സ്റ്റേഷനിലെ ഗ്രേഡ് സീനിയർ CPO റഷീദ്, സന്ദീപ്, ശ്യാം എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശി കരിയാട്ട് വീട്ടിൽ രേവന്ത് ബാബുവിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ 12:45ഓടെയാണ് സംഭവം. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ബിജു, CPO ചഞ്ചൽ, ഡ്രൈവർ CPO വിഷ്ണു എന്നിവർ ഒന്നിച്ച് വാഹന പരിശോധന നടത്തുന്ന സമയം സമീപത്തായി നിർത്തിയ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കുന്നതായി കണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവർ പോലീസിനോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളോട് താക്കോൽ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ സമയം താക്കോൽ കൊടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അക്രമാസക്തനായ രേവന്തിനെ പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. രേവന്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ വൈഷ്ണവ്, ASI ജിജോ, ലിയാസ്, CPOമാരായ സുജിത്ത്, ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI ബിജു, CPO ചഞ്ചൽ, ഡ്രൈവർ CPO വിഷ്ണു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പെരുമ്പളിശ്ശേരിയിൽ അന്ന സിൽക്സിന്റെ ഓണം മെഗാ സെയിലിനും ഇക്കണോമിക് ഫ്ലോറിനും തുടക്കമായി. ഇന്ന് ഒരു പുതിയ അധ്യായം ഇവിടെ അന്ന സിൽക്സ് ഓണത്തിനോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ്. ഒരു മെഗാമേള, സെയിൽസ് മേള ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അത് എന്തോ എക്കണോമിക് കൂടുതൽ കൂടുതൽ വിലക്കുറവിൽ, ഓണത്തിനോടനുബന്ധിച്ച് വിലക്കുറവിൽ സാധനങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അതിനുള്ള ഒരു സംവിധാനമാണ് അന്ന സിൽക്സ് ഒരുക്കിയിരിക്കുന്നത്. ഇവരുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നതോടൊപ്പം വെണ്ടൂർ ഇടവക വികാരി ഫാദർ ലാസർ താണിക്കൽ ഓണ സന്ദേശം നൽകി. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതോ അതിന് അഭിരുചിക്കനുസരിച്ചുള്ളതനുസരിച്ച് ഓരോ ഫെസ്റ്റിവൽ സമയത്തിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് എൻ്റർപ്രണർഷിപ്പിൻ്റെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ്. ജനങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടണം, ഒപ്പം തന്നെ അത് വിതരണം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന അതിനെ മുതൽ മുടക്കുന്നവർക്കും എന്തെങ്കിലും ഗുണം കിട്ടണം. രണ്ട് വിഭാഗത്തിനും വലിയ വിഷമമില്ലാത്ത രീതിയിൽ ഏത് സംരംഭമായാലും അങ്ങേയറ്റം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാർഡ് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ശ്രുതി, ശ്രീശങ്കർ എന്നിവർ സംസാരിച്ചു. ഫോട്ടോ കോൺടെസ്റ്റ് വിജയികൾക്ക് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജെയ്സൺ മഞ്ഞളി, ജിഷ ജെയ്സൺ, ഷീബ ബൈജു, മാനേജർ PJ അൽജോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജെൻസ്,
ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ പുതിയതായി ആരംഭിച്ച ഇക്കണോമിക് ഫ്ലോറിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും 99 രൂപ മുതൽ 499 രൂപ വരെയുള്ള വിലകളിൽ സ്വന്തമാക്കാവുന്നതാണ്. ആതുര സേവന രംഗത്ത് പരിചയസമ്പന്നരായ മിത്ര ക്ലിനിക്ക് ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. മിതമായ നിരക്കിൽ മികച്ച സേവനമാണ് മിത്ര ഗ്രൂപ്പിന്റെ പുതിയ ക്ലിനിക്ക് നാടിനായി വാഗ്ദാനം ചെയ്യുന്നത്. ഇരിങ്ങാലക്കുട റോഡിൽ ഊരകത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശത്താണ് മിത്ര ക്ലിനിക്കിന്റെ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ പരിക്ക് പറ്റുന്നവരോ അത്തരത്തിൽ അത്യാസന്ന നിലയിൽ പെടുന്നവർ സാമ്പത്തികമുള്ളവരോ ഇല്ലാത്തവരോ ആകാം. ആ ഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ടുള്ള സേവനം നൽകാൻ അവർ തയ്യാറാണ്. അവരുടെ ആപ്തവാക്യം പോലെ തന്നെ നല്ല മികച്ച സേവനം നൽകാൻ നമ്മുടെ നാടിന് ഒരു ഫാർമസി ഒരു ക്ലിനിക്ക് നമ്മുടെ മുന്നിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. മിത്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ അൻവർ സാദത്ത് അധ്യക്ഷനായിരുന്നു. ഒരു ഡോക്ടറുടെ സേവനം രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ, ഒരു ബ്രേക്കുമില്ലാതെ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുന്നതോടൊപ്പം ഡോക്ടറോടൊപ്പം പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫുകൾ നമ്മുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും പരിചയസമ്പന്നരായിട്ടുള്ള, അതുപോലെ ലാബ് ടെക്നീഷ്യന്മാർ, ഫാർമസിസ്റ്റുകൾ എന്നിവർ ചേരുന്ന ഒരു ടീമാണ് മിത്ര ഗ്രൂപ്പ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് ഫാർമസിയും KPCC മുൻ ട്രഷറർ കെ കൊച്ചുമുഹമ്മദ് ഒബ്സർവേഷൻ റൂമും പഞ്ചായത്ത് അംഗം വിദ്യാ രമേശ് ലാബും ഉദ്ഘാടനം ചെയ്തു. മിത്ര ഗ്രൂപ്പ് ഡയറക്ടർ ഹംസ ചക്കംപള്ളിയിൽ, മിത്ര ക്ലിനിക് ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ വിപിൻ രാജ്, മിത്ര മാനേജർ N ജാസിർ, KT അഷ്കർ, ഓട്ടോ ഡ്രൈവേഴ്സ് ലീഡർ സതീശൻ, വാർഡ് മെമ്പർ KB പ്രജിത്ത്, കെട്ടിടം ഉടമസ്ഥ സന്ധ്യ, KPCS സംസ്ഥാന കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ, എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് അർഷാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു വ്യക്തി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ഹെൽത്ത് ചെക്കപ്പിന് 440 രൂപ മാത്രമാണ് ക്ലിനിക് ഈടാക്കുക. ഹൃദയ പരിശോധന, പ്രമേഹ പരിശോധന, കൊളസ്ട്രോൾ, വൃക്ക രോഗങ്ങൾ, ബ്ലഡിൻ്റെ അളവ്, മൂത്രാശയ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, സന്ധി രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഡോക്ടറുടെ പരിശോധന എന്നിവ ഇതിൽ ലഭ്യമാകും. പ്രമേഹം, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗങ്ങളുള്ള വ്യക്തികൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും നടത്തേണ്ട പരിശോധനയ്ക്ക് 800 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പാക്കേജാണ് മിത്ര ക്ലിനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 3 മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ, ഷുഗർ ടെസ്റ്റ്, എല്ലാ ഘടകങ്ങളും ഉൾപ്പെടെ കൊളസ്ട്രോൾ ടെസ്റ്റ്, കിഡ്നി ടെസ്റ്റ്, ലിവർ ടെസ്റ്റ്, മൂത്രാശയ രോഗങ്ങൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഹൃദയ പരിശോധന, നാഡിരോഗങ്ങൾ, ഡോക്ടറുടെ പരിശോധന എന്നിവയും പാക്കേജിൽ ലഭ്യമാണ്. ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെയാണ് ക്ലിനിക്കിൻ്റെ പ്രവർത്തന സമയം. രക്തം, കഫം, മൂത്രം തുടങ്ങിയ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മിത്ര ക്ലിനിക്കിൽ ലഭ്യമാണ്. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുകയെന്നതാണ് മിത്ര ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 9037 97 9409 9995465899 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രണയത്തിന്റെ സുഗന്ധം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കായി സമർപ്പിച്ച് ജെയ്സൺ എലുവത്തിങ്കൽ രചിച്ച സ്നേഹക്കൂട് എന്ന നോവൽ പുറത്തിറക്കി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഗാനരചയിതാവ് ജ്യോതിഷ് കാശി പുസ്തകം ഏറ്റുവാങ്ങി. വിജോ വിൻസെന്റ്, വിമൽ കുമാർ, വിനീഷ് അപ്പുകുട്ടൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണ്ണത്താലിയും ഭണ്ഡാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്.
ശ്രീകോവിൽ കുത്തിത്തുറന്ന് 2 ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ഡാരങ്ങളും കവർന്നു. ഇന്ന് രാവിലെ 8:15 ക്ഷേത്രം ഭാരവാഹി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തിത്തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിനെ തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിയെങ്കിലും പെട്രോൾ പമ്പിന് അപായമില്ല. പമ്പിന്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്ക് തീ പടർന്നിട്ടുണ്ട്. 6 ബസ്സുകളാണ് ഇവിടെയുണ്ടായിരുന്നത്. പുലർച്ചെ 3:00 സംഭവം. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. പഞ്ചായത്തിലെ ചേറ്റുവ ഉൾപ്പെടുന്ന തീരപ്രദേശങ്ങളിൽ പതിവായി കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. നടപടി സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിക്ക് പിന്നാലെ. കഴിഞ്ഞ 3 വർഷത്തോളമായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് 2-ാം വാർഡിലെ തീരപ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവായിരുന്നു. ഉപ്പുവെള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് മേഖലയിലുള്ള കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത്. ചേറ്റുവ പടന്ന MES-ന് കിഴക്ക് ഉൾപ്പെടുന്ന മേഖലകളിലായിരുന്നു ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നത്. ദേശീയപാത 66ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുഴികൾ എടുക്കുന്നതിനിടെ പൈപ്പുകൾ തകർന്നതും ഇതിന് കാരണമായിരുന്നു. കുടിവെള്ള വിതരണം ആവശ്യപ്പെട്ട സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പലതവണ പരാതിയുമായി ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് അദ്ദേഹം പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച കോടതി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചു. കൂടാതെ ജില്ലാ കലക്ടർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ദേശീയപാത പദ്ധതി ഡയറക്ടർ എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നു. നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി, AXA ലിറ്റി, ഷാലി, സുധീർ എന്നിവരടങ്ങിയ സംഘം ബന്ധപ്പെട്ട മേഖലകൾ സന്ദർശിച്ചു. തുടർന്ന് കുടിവെള്ള ടാപ്പുകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ലത്തീഫ് കെട്ടുമലിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. നിലവിൽ ഹർജി പരിഗണിച്ച കോടതി കുടിവെള്ളം എത്തിക്കാൻ സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഷിജീഷ്, ഇബ്രാഹിം എന്നിവരാണ് ഹർജിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഹർജി ഈ മാസം 12-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഈ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലാണ്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഈ പ്രദേശത്ത് ലഭ്യമായില്ലെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് ഈ പരിസരത്ത് ഒട്ടും തന്നെ ശുദ്ധജലം ലഭ്യമല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ ഹൈക്കോടതി മുമ്പാകെ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ പ്രദേശം സന്ദർശിക്കുകയും കുടിവെള്ളം എത്താത്ത മേഖലയിൽ പരിശോധന നടത്തുകയും ഉണ്ടായി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ട് പറഞ്ഞത് അടിയന്തരമായി ഞങ്ങൾ ഈ കുടിവെള്ളം എല്ലാ മേഖലയിലേക്കും എത്തിക്കുന്നതിനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി എന്നെ അറിയിച്ചിട്ടുള്ളത്. അതിനായി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് അടുത്ത ദിവസം തന്നെ കുടിവെള്ളം എത്തും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ഞാനും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9380 രൂപ, പവന് 75,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിൽ മാസങ്ങളായി നിലനിന്ന ഗതാഗത ക്ലേശത്തിന് പരിഹാരമിട്ട് ചിറക്കൽ പുതിയ പാലം പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പത്താം ക്ലാസ്സിലെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി മുദ്ര പരിചയവും പാഠഭാഗ വിവരണവും അവതരിപ്പിച്ചു. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് അവതരണം നിർവഹിച്ചത്.
നാട്ടികയിൽ സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടറെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.